ഓക്കെ, സമയം ഇപ്പോൾ രാവിലെ 10:35 ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി എയർപോർട്ടിലാണ്. എൻ്റെ കൂടെ നമ്മുടെ സ്വന്തം നജുമലുള്ളത്. നജുമൽ ആക്ച്വലി എൻ്റെ ഗോൾഡ് വിങ് കൊണ്ടുതരാൻ വന്നു കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നതാണ്, കണ്ണൂരിൽ നിന്ന് വന്നു, ഇവിടെ ലാൻഡ് ചെയ്യുമ്പോഴേക്കും നജുമൽ ഗോൾഡ് വിങ് എടുത്തിട്ട് വന്നു. നമ്മൾ രണ്ടുപേരും ഇന്ന് നേരെ പോകുന്നത് മൂന്നാറിലേക്കാണ്. അടിപൊളി വീഡിയോസ്, അടിപൊളി കാഴ്ചകൾ വരാനുണ്ട്. കയറിക്കോളൂ. നജുമലിൻ്റെ കയ്യിലുള്ളത് എൻ്റെ ലഗേജാണ്. ഓഹോ മൊത്തത്തിൽ ഒരു പരവേശത്തേടുള്ളത്. എങ്ങോട്ടാണ് പോകേണ്ടത്? ഇത് ഒരു വേഗോട്ടേക്കോ പോവാം. ഫുള്ള് ആൾക്കാർ കേട്ടോ. ഇവരൊക്കെ എന്താ പറയുക, വണ്ടി നോക്കി നിൽക്കുന്നതാണ്. സന്തോഷം. ശരിക്കും പല ഗൾഫുകാരുടെയും ഒരു ഡ്രീമാണ് പിന്നെ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ നാട്ടിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ എയർപോർട്ടിലേക്ക് വണ്ടി വരുമോ എന്നുള്ളത്. ഞാനും പണ്ട് ആദ്യമായിട്ട് ഞാനൊരു വണ്ടി ബെനയിൽ 600 എടുത്തപ്പോഴും ഞാൻ അവരോട് പറഞ്ഞിരുന്നു കോഴിക്കോട് എയർപോർട്ട് കൊണ്ടുവരുന്നത്. കാരണം അതൊരു ഫീലാണ്. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നു, നമ്മുടെ വണ്ടിയിൽ കയറുന്നു, പോകണു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വരുമ്പോൾ എൻ്റെ കയ്യിലൊരു കവറുണ്ടായിരുന്നു. കവറിലാണ് ഡ്രസ്സൊക്കെ എടുത്തത്, ലഗേജും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കുറേ കാലത്തിന് ശേഷമാണ് മോട്ടോ വ്ലോഗ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നത്. അടിപൊളി, സോ സൂപ്പർ, സോ ഹാപ്പി. അപ്പോൾ നമുക്ക് കാണാം ഇവിടുന്ന് മൂന്നാർ വരെയുള്ള വിശേഷങ്ങൾ. അലനാണ് സാധാരണ പിക്ക് ചെയ്യാൻ വരുന്നത് കേട്ടോ. അലൻ എന്തൊരു ബിസിയാണ്, അതുകൊണ്ടാണ് നജ്മൽ വന്നത്. അതെല്ലാം ഇവനിലോണ്ട് ഹെൽപ്പായി. കാരണം അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് കഷ്ടപ്പെട്ടാണ്. ഞാനിപ്പോൾ എൻ്റെ റൈഡിങ് കേസിൽ കേട്ടോ, ഇവിടെ റൈഡിങ് കേസൊക്കെ ഒരു പാൻറ്റൊക്കെ ഇട്ട് ഇവൻ്റെ ഒരു സ്റ്റാഫിൻ്റെ റൂം വന്ന് അവിടെ നിന്നാണ് ഇട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെയുണ്ട്. ഈ വണ്ടി നമ്മൾ ദുബൈയിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ദുബൈയിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിട്ട് റൈഡ് കേട്ടോ. നോക്കി നിങ്ങൾ, ഇവൻ്റെ അടുത്തുള്ള വണ്ടി ഒരു കവാസക്കിയാണ് 1000 കേട്ടോ. അതിലാണ് ഓൻ വരുന്നത്. അലന് ആക്ച്വലി വരേണ്ടതായിരുന്നു, പക്ഷേ അലന് വരാൻ പറ്റിയിട്ടില്ല. അവന് വേറെ കുറച്ച് ഫാമിലിയായിട്ട് ബിസി ആയതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് ഇപ്പോൾ ഇവനുള്ളതുകൊണ്ട് ഇവനെ മുന്നിൽ പോകും, ഞാൻ പുറകെ പോകും കേട്ടോ. നല്ല അടിപൊളി വീഡിയോസ് കാണിച്ചു. എനിക്കൊന്ന് മൂന്നാറിലേക്ക് നമ്മുടെ ഗോൾഡ് വിങ് കയറിയിട്ടില്ല. ഓക്കെ, സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. ഒന്ന് ഹോൾഡ് ചെയ്യ്. എൻ്റെ ക്യാമറ എന്താ പറ്റിയത്? മോളുടെ കാണലിൻ്റെ ക്യാമറ കുത്തോട്ടേക്ക്. അതെന്താ മുത്ത എൻ്റെ മുത്തിന് പറ്റിയത്? എൻ്റെ മുത്തെന്താടാ കുത്തോട്ടെക്കുന്നത്? എൻ്റെ മുത്തുമണി എന്തിനാടാ കുത്തോട്ടെക്കുന്നത്? സങ്കടപ്പെട്ടിട്ട് ഓക്കെ അല്ലേ ഇപ്പോൾ മുത്തേ? എന്നാൽ പോവാം നമുക്ക്. എന്ത് മൊഞ്ചാന്ന് നോക്കി എൻ്റെ മുത്തിനിപ്പോൾ കാണാൻ. ഇപ്പോൾ പോവാം. നല്ല ചൂടാണ്, നല്ല അടിപൊളി ചൂടാണ്. ആ ചൂടത്താണ് ഈ പാവങ്ങളെല്ലാം പണിയെടുക്കുന്നത്. നോക്കിയേ, മലയാളികളല്ല ബംഗാളികളാണ്. അവർക്ക് ചൂടുമില്ല, വെയിലുമില്ല, മഴയില്ല, തണുപ്പില്ല, ഒന്നുമില്ല. പണിയെടുത്തോളും, പൈസ ആയിക്കോളും, അടിപൊളിയായിട്ട് തിന്നോളും, നാട്ടിലയച്ചോളും. റിച്ച്. നമുക്ക് നല്ലൊരു ചായക്കട കയറി ചായ കുടിക്കാം. എങ്ങനെ? എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, നീ മുമ്പിൽ പോയിക്കോ. മൂന്നാർ എങ്ങോട്ടേക്കാ? ഓ അടിപൊളി. ഇതെന്താ ക്യാമറ എക്യുപ്മെന്റ്സാ? ഹാപ്പി ആയിട്ട്. താങ്ക് യു. ശരി, മൂന്നാർ. നട്ടപ്പൊരു വെയിലത്ത് പണിയെടുക്കുന്നുണ്ടോ? എന്ത് ചെയ്യാനോ, കുടയുമില്ല, ഒന്നുമില്ല. നോക്കിയേ, പണ്ടൊക്കെ ട്രാഫിക് പോലീസിൻ്റെ ആൾക്കാർക്ക് മേൽക്കൂരയില്ല ചെറിയ ഷെൽട്ടറൊക്കെ ഉണ്ടാവുമല്ലോ റോഡിൽ. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ നാട് റോഡുമ്പോൾ ഒന്നോളാം കൺട്രോൾ ചെയ്തൊക്കെ എത്ര തന്നെ. ബസ്സുകാരൻ പോയിട്ട് മതി വാ. അവൻ വണ്ടിക്ക് തട്ടി തന്നു വന്നിട്ട്. ആ ബസ്സുകാരൻ വെറുതെ വന്നിട്ട് ഇവൻ്റെ വണ്ടിക്ക് അടിച്ചു, ഒരു കാര്യമില്ലാണ്ട്. പക്ഷെ നമ്മളിങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഈ മാഡം പറഞ്ഞ നമ്മൾ നിർത്തിയ വണ്ടിക്ക് ഒന്ന് അടിച്ചു തന്നു. മലയാറ്റൂർ കോടനാട് പാലത്തിലൂടെയാണ് പോണത്. ഈ നാട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ നാട്ടിലെ കൂടെയാണ് ഞാനും എൻ്റെ ഗോൾഡ് വിങ്ങും. ഇവിടെയൊക്കെ എന്താണ് കാണാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ചിലപ്പം
ഇതുവഴി വരുന്ന ആൾക്കാർക്കൊക്കെ ഭാവിയിലൊന്ന് ഉപകാരപ്പെട്ടാലും അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ഈ പോകുന്ന റൂട്ടിലുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ നാട്ടിലുള്ള നല്ല നല്ല കാണാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓരോ ജില്ലയിലും ഡ്രൈവേഴ്സിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്, വലിയ മാറ്റങ്ങൾ. അപ്പം ഇപ്പോൾ കോട്ടയം സൈഡൊക്കെ ആയിരുന്നു ഇവിടെ വേറൊരു സ്വഭാവമാണ്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എന്താണെന്നില്ല. അടിപൊളി സ്ഥലമല്ലോ, നോക്കിയാൽ നല്ല വയലൊക്കെ ആയിട്ട് സൂപ്പറല്ലേ. ക്രിക്കറ്റ് കളിക്കാൻ പോലെന്ന് കാണുമ്പോൾ. ഇത് എവിടെ ലൊക്കേഷൻ എനിക്കറിയില്ല, കാരണം മൂന്നാറിലേക്ക് നമ്മൾ സാധാരണ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോവാറ്. ഇന്ന് നെജ്മലാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ്. അപ്പോൾ അവന് ഏതൊക്കെയോ ഷോർട്ട് കട്ടിലേക്കൂടെയാണ് കയറുന്നത്. ഇതിപ്പം മെയിൻ റോഡൊന്നുമല്ല, നിങ്ങൾ കണ്ടോ, ഇത് ഈ റൂട്ട് കണ്ടവർക്കറിയാം ഇത് മെയിൻ റോഡൊന്നുമല്ല. മുടക്കുഴ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇത്. ഇപ്പോൾ കോതമംഗലത്തി യജുമല അവിടെ ഫ്യൂലെടുക്കാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറകിലൊരു പോലീസുകാരൻ വന്നുണ്ടോ, അപ്പോൾ വന്ന് സംസാരിച്ച് ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ. കോതമംഗലം പോലീസ് സ്റ്റേഷനിലാണ്, പേരെന്നറിയില്ല. അപ്പം ഇതാരാ, യെസ് പറയൂ. ഓ കണ്ടോളൂ, സന്തോഷം. ഇത് ഹോണ്ടയുടെയാ? ഇത് ഈ ഒരു മോഡൽ വാങ്ങാൻ കിട്ടില്ല, കാരണം ലിമിറ്റഡ് എഡിഷൻ ആണ്. ഇതിന്റെ പുതിയ ഷേപ്പ് വാങ്ങണമെങ്കിൽ 61 ലക്ഷം രൂപയുണ്ട്. യൂട്യൂബ് ചാനലുള്ള യൂട്യൂബുകാരനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. യൂട്യൂബ് ചാനൽ അപ്പൊ ധൈര്യമായിട്ട് പിടിച്ചോ. അപ്പൊ ഞങ്ങൾ ഇതിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ കിട്ടി എടുത്തേക്കണേ. കോതമംഗലംകാരാണ് എല്ലാവരും. ഞാൻ അടിമാലിക്കാരനാണ്. അടിമാലിയാ. പുള്ളി ഫോറസ്റ്റ് ഓഫീസർ കേട്ടോ. ആണോ? റിട്ടയർ ആയാലെന്നാ ഫോറസ്റ്റ് ഓഫീസർ വരുമ്പോ ഇവിടെ നടത്താം. ചാനലിലിട്ടേ ഓൾ ദി ബെസ്റ്റ്. ചാനലിലിടും, കുറച്ച് ആൾക്കാരെല്ലാം കാണും കേട്ടോ. ഓക്കെ, പതുക്കെ പോണോ മെല്ലെ പോണോ? അതൊക്കെ ചൂടുന്ന സ്ഥലങ്ങളോ? ഓക്കെ, അപ്പം പുറകിൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ചേട്ടൻ്റെ പേരെന്താ പറഞ്ഞേ? അടിപൊളി. എങ്ങനെയുണ്ട് വണ്ടി? പുറകിൽ ഇരിക്കാൻ എങ്ങനെയുണ്ട് പുറകില്? അടിപൊളിയല്ലേ? ചേട്ടൻ എവിടം വരെ വരുന്ന വെച്ചാൽ പറഞ്ഞു, അവിടം വരെ അങ്ങോട്ട് പോവാം. എവിടെ വേണ്ടത്? എവിടം വരെയാന്ന് പറഞ്ഞു, അവിടം വരെ നമുക്ക് പോവാന്ന്. അല്ല ചേട്ടൻ ഇപ്പൊ എവിടം വരെയാന്ന് വെച്ചാൽ പറഞ്ഞോ. ആണോ? തിരിക്കണോ? ഓക്കെ, അപ്പോൾ ഞാനതെല്ലാം ചേട്ടനെ തിരിച്ചവിടെ ഇറക്കില്ല കേട്ടോ. എൻ്റെ പേര് ഷാക്കിർ എന്നാണ്, വീട് കണ്ണൂരാണ്, ഇരുട്ടിയിലാണ്, മലയോര മേഖലയിലാണ്. ഇരുട്ടിയിൽ ഇല്ല ആൾക്കാരിൽ എല്ലാവരും ഇവിടുന്ന് അങ്ങോട്ട് കയറിയ ആൾക്കാരാ. എന്താ പരിപാടി? രഞ്ജിത്ത് ഇരുട്ടി. ഓക്കെ, രഞ്ജിത്തിനെ വിളിച്ചോളൂ. നജ്മൽ വരുന്നുണ്ട്. ഞാൻ പുള്ളി ഇറക്കിയിട്ട് വരാം കേട്ടോ. അല്ല എൻ്റെ കൂടെയിലാണോ? പുറകുന്ന സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടല്ലോ. വേണ്ട ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചു. അങ്ങനത്തെ ഓക്കെ. സമയം 12:20 ആയിട്ടോ. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്? അടിപൊളി യാത്ര, നല്ല സുഖം. ഇത് വീഡിയോ ഒക്കെ വരും കേട്ടോ, എല്ലാവരും കാണും, ചേട്ടൻ്റെ ഫ്രണ്ട്സ് കാണും. അത് കുഴപ്പമില്ല. രഞ്ജിത്തിന്റെ ഫോട്ടോ കാണിച്ച് നോക്കട്ടെ. ഓക്കെ, ഹാപ്പി ആയിട്ട്. ഒരാളെ കണ്ണൂര് ഇതാണ് രഞ്ജിത്ത്. ഇരുട്ടിയിലുള്ള ഇരുട്ടി വണ്ടി കണ്ടോ? വണ്ടി കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ മൂന്നാറിനല്ലേ പോകുന്നു പറഞ്ഞു? ഞങ്ങൾ അടിമാലിക്കാരനാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചേരെ. ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ, പോകട്ടെ. പോട്ടെ.
അടിപൊളി മനുഷ്യന്മാർ കേട്ടോ. ശരിക്കും ഈ കോട്ടയം സൈഡൊക്കെ എന്താ പറയുക, ഞാൻ കണ്ടെടുത്താലും കുറച്ചും കൂടി ഇന്നസെൻ്റ് ആൾക്കാരാണ് സീരിയസ്ലി. കാരണം അവരൊക്കെ നമ്മളോട് വന്നിരുന്ന് സംസാരിക്കുന്നു. ആരാ മോനെ അവനടിക്കുന്നേ? ഇത് എങ്ങനെ ഏതാ? ഞാൻ അവിടെ തണലത്ത് ഒതുക്കാം. ഞാൻ ഈ എത്ര രൂപയുടെ വണ്ടിയാ, എത്ര ലിറ്റർ മൈലേജ് കിട്ടുന്നു, ഞാൻ ആകെ ക്വസ്റ്റ്യൻ കേട്ടത് കർണാടകത്തിൽ മാത്രമേ കേട്ടോ. കർണാടകത്തിൽ എവിടെ പോയാലും ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടുന്നൊരു ചോദ്യം ഇത്. പക്ഷേ ഇവിടെ എനിക്ക് മോനെ പറ, എവിടെ വർക്ക് ചെയ്യുന്നേ? എവിടെ വർക്ക് ചെയ്യുന്നത്? മൂവാറ്റുപുഴയല്ലോ, അടിപൊളി. എൻ്റെ വീട് കണ്ണൂരോ? അയ്യാ, ഹായ് പറഞ്ഞോ ക്യാമറയിൽ. പേരെന്താ? ഞാൻ മൂന്നാറിലിട്ടോ. എന്ത് ജോലി ചെയ്യുന്നത്? ആണോ? ഹാപ്പി 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 പോകട്ടെ. ഇതിന് പുതിയൊരു 60-ൻ്റെ അടുത്ത് വരും. ഇത് ഹോണ്ടയുടെ സെയിം ഹോണ്ട ആക്റ്റീവ, ഹോണ്ട ഗോൾഡ്, ഹോണ്ട ബോയ്സ്. പോട്ടെ, ശരിടാ. ഇതുപോലെ ഇവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും വലിയ ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നം ഞാൻ പറയട്ടെ, ഇവർ മെല്ലേ പോവുള്ളൂ, സ്പീഡിൽ പോവേയില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റ് ജില്ലകളിൽ പോയിക്കുന്ന ആൾക്കാർ നല്ല സ്പീഡിൽ പോകും, പക്ഷെ ഇവിടെ ആൾക്കാർ വളരെ പതുക്കിയാണ് പോണത്. മുമ്പിൽ വണ്ടി ഉണ്ടെങ്കിൽ വളരെ പതുക്കെ. അപ്പോൾ നമുക്ക് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ക്യൂ നിൽക്കണം പുറകിൽ. അയ്യോ, ജസ്റ്റ് മിസ്. തിരിക്കാനൊന്നും സ്ഥലമില്ല, എന്നിട്ടാണ് അവിടെ കയറി തിരിക്കുന്നത്. ആകെ കുറച്ച് സ്ഥലമില്ല, റോഡ് സൈഡ് പോലും ഇല്ലാണ്ട്. എന്നൊരു 500 കൂടി കൂട്ടി അടിച്ചോട്ടോ. എന്താണ് മോനെ, നിങ്ങൾ കാസർഗോഡാ? മൊട്ട ടയറാന്നല്ലോ. വേടാ എന്നിട്ട് ടയർ മാറ്റി നിങ്ങൾ ടയറും വെച്ചിട്ട് നിങ്ങൾ ട്രിപ്പിൽ അടിക്കുന്നത് എന്ത്? 500 കൂടി കൂട്ടിക്കോണം. എടാ ചില കാസർഗോഡത്തെ പിള്ളറാ, നീ നല്ല സ്റ്റൈലാക്കി എടുത്തിട്ടൊക്കെ റീടേക്ക് എടുക്കണ്ട. പിന്നെ ഓക്കെ, ടയർ മാറ്റണോ? ഹലോ, എന്താണ് പരിപാടി? ആണോ? ഇപ്പോഴോ? ആണോ? ഓ, എല്ലാവരും സ്പോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾ മൂന്നാർ പോയിട്ട് അവിടുന്ന് അങ്ങനെ ഒരു ഹായ് പറഞ്ഞു ക്യാമറയിൽ. അല്ല, ഇപ്പം ഞാൻ വീഡിയോ ഇടാറില്ലടോ. ഞാൻ 2024 മൊത്തം ഞാൻ മടി പിടിച്ച് കിടപ്പായിരുന്നു. ഇപ്പോൾ ഈ വണ്ടി പോകുന്ന വേൾഡ് ട്രിപ്പിലേക്ക് പോകുന്ന, അപ്പോൾ അതിന് മുന്നേ ഒന്ന് റൈഡ് ചെയ്യുന്നു ഒന്ന്. ഇപ്പം തിരിച്ചു പോയിട്ട് വണ്ടി നേരെ വിടും, ദുബായിലോട്ട് വിടും. എടാ ഇടയ്ക്ക് പെട്രോൾ ഫ്രീ ആവൂലേ ഇനി മുതൽ? 50% ഓഫർ. ഓക്കെ ബ്രോ, താങ്ക്സ് പോട്ടെ. എന്തായാലും കാണാം. ഭക്ഷണം കഴിച്ചിങ്ങളല്ലോ? ഓക്കെടാ, ശരി. ഓക്കെടാ. എടാ നല്ല ജ്യൂസിൻ്റെ ഷോപ്പിൽ നിർത്തണേ, വെള്ളം കുടിക്കാമല്ലോ കേട്ടോ. ഏതെങ്കിലും ജ്യൂസിൻ്റെ ഷോപ്പിൽ നിർത്തണേ, വെള്ളം കുടിക്കാമോ? ഏതാ? ഇതല്ല, മറ്റേ വെള്ളം നല്ല ലൈമനങ്ങൾ. പാവപ്പെട്ട ഏതെങ്കിലും ഒരു കാക്കാരുടെ ഷോപ്പിൽ നിർത്തിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി ചുരം. ഞാൻ ഈ വഴി ആദ്യമായിട്ട് എൻ്റെ അറിവിലെ ഗോൾഡ് വിങ് എടുത്ത് വരുന്നത്. നമ്മൾ പണ്ട് ടൈഗർ എടുത്ത് വന്നിരുന്നു നമ്മൾ ഗ്രൂപ്പ് റൈഡിന് വേണ്ടിയിട്ട്. ഗോൾഡ് വിങ് എടുത്തിട്ട് ആദ്യമായിട്ടാണ്. പിന്നെ നമ്മൾ റാപ്റ്റർ എടുത്തിട്ട് നമ്മൾ ഇടുക്കി പോയിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലോ ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ അതെടുത്തിട്ട് മൂന്നാർ കയറുമ്പോൾ എന്താ അവസ്ഥ നോക്കാം. ആസ് ഓഫ് നൗ അടിപൊളിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മൂന്നാർ ഇപ്പോൾ ഓഫ് റോഡും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു കാരണവശാലും പ്രതീക്ഷിക്കേണ്ട. നോക്കാം, നമുക്ക് മൂന്നാർ ടൗണെത്തിയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പ്ലാൻ ചെയ്യാം അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. 30 കിലോമീറ്റർ സ്പീഡ് മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം ഇവിടെ ആന ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആനയില്ല. ആനയില്ല. ആരെങ്കിലും ഇവിടെ ആനേനെ കണ്ടിട്ടൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കാരണം ശരിക്കും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയില്ല. കാരണം ചില സ്ഥലങ്ങളിൽ വെറുതെ എങ്കിലും ആന എന്ന് പറഞ്ഞിട്ട് ആന ഉണ്ടാവില്ല, ഒരു കുഴിയാന ഉണ്ടാവില്ല.
ഓക്കെ, വണ്ടി ആക്ച്വലി ബേക്കിടെ പഞ്ചറാന്ന് തോന്നുന്നു കേട്ടോ. ബേക്കിടെ മൊത്തത്തിൽ പണിയാണ്, നല്ല ചൂടുമാണ്, എന്താ അറിയില്ല. വരുമ്പോൾ ഇങ്ങനെ വണ്ടി ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നോക്കിയത്. നമ്മൾ കാറടിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇപ്പം ചൂടായതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം എയർ അടിച്ചു ഡൗണാണ്. നമ്മൾ കംപ്ലീറ്റ് ഔട്ടാക്കിയിട്ട് ഇപ്പോൾ നൈട്രജൻ എടാ അത് കംപ്ലീറ്റ് ഔട്ടാക്കി നൈട്രജൻ കയറ്റാം. യജുമൽ എന്താ ചെയ്തെന്ന് വെച്ചാൽ ടയർ നല്ല ചൂടായതുകൊണ്ട് അവന് വെള്ളേക്കുന്നത് കേട്ടോ. ഓ റിയൽ ബൈക്കർ നെജ്മൽ കീ അവിടുന്ന് ബക്കറ്റ് വെള്ളം എടുത്ത് ടയർ വയ്ക്കിട്ട് തട്ടിക്കാൻ വേണ്ടിയിട്ട്, കാരണം നല്ല ചൂടാണ്. പിന്നെ ചൂട് ആറിന് ശേഷം കാറ്റടിക്കാൻ വേണ്ടിയിട്ടാണ്. കാറ്റ് പഞ്ചറാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഇനി പഞ്ചറാണെങ്കിൽ കഷ്ടപ്പാടാണ്. നമ്മളിപ്പോൾ ലോക്കൽ ടയർ ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ടുവരണം, ഇവിടെ തന്നെ പഞ്ചർ ഒട്ടിക്കേണ്ടി വരും. അതൊരു പണിയാണ്. താങ്ക് യു. രണ്ട് കുഴപ്പമില്ല, ബേക്കാട്ടോ ഇങ്ങനെ ആട്ടി കളിക്കുന്നില്ല. അവിടെ നിന്ന് എനിക്ക് വണ്ടി ലെവലേ കിട്ടുന്നില്ലായിരുന്നു. ക്രൂസ് കൺട്രോളൊക്കെ ഇടുമ്പോൾ അതാണ് ഞാൻ നോക്കി കേട്ടോ. കണ്ടോ നിങ്ങൾ സീറോയിലോട്ടോ, സീറോയിലാണ് വന്നത്. പഞ്ചറാണോ എന്നുള്ള അതിൽ സംശയമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അടിച്ചിട്ട് മൂന്നാർ എവിടെയെങ്കിലും വണ്ടി വെക്കുന്നവരെ ടെസ്റ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. വെറുതെ കാറ്റ് പോകില്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, അതിന് സെൻസർ ഇല്ല, സെൻസർ ഇടാണ്ട് വെക്കാം. എന്നാൽ സെൻസറിലേക്ക് കൂടി ചിലപ്പോൾ കാറ്റ് പോകുന്നുണ്ടെങ്കിലോ പറയാൻ പറ്റില്ല. ഇവിടെ അടുത്ത് കടയുണ്ട്. ഇതെല്ലാം അയപ്പിച്ച കുഴപ്പമെന്നറിയോ, സാധാ ബൈക്ക് അയച്ചിട്ട് സെറ്റാക്കേണ്ട പണിയല്ലോ. പക്ഷെ സാധാ ബൈക്കിൽ 150 ആണെങ്കിലേ ഈ വണ്ടിക്ക് 1000 വാങ്ങും. അതാണ് അങ്ങനത്തെ ഒരു വലിയൊരു സംഭവം നമ്മുടെ നാട്ടിൽ. വണ്ടി നോക്കിയിട്ട് പൈസ വാങ്ങുന്നുണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ കാറ്റടിച്ചു, കാറ്റ് ഫ്രണ്ടിലും ബാക്കിലും കാറ്റടിച്ചു കേട്ടോ. അതുപോലെ തന്നെ ഇതിവിടെ ഓണാക്കിയിട്ടിട്ട് ചാർജ് നോക്കി. ഗോപ്രോയിൽ ചാർജ് ഓൾമോസ്റ്റ് തീരാനായി. ബാറ്ററി ഓൺ ആയാലും കുഴപ്പമില്ല, ഒരു തള്ളിച്ചാടക്കാം, ആ ധൈര്യത്തിലുള്ള കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫോർച്യൂണർ അടുത്ത് വന്നപ്പോഴും ഈ പമ്പിലാണ് നിർത്തിയത്, ഇപ്രാവശ്യം വന്നപ്പോഴും ഈ പമ്പിലാണ് നിർത്തിയത്. അയ്യോ, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എണ്ണ അടിച്ച അപ്പുറത്തെ പമ്പെന്നാണെങ്കിൽ ഇപ്പം വരുന്നവർക്ക് അവിടെ വേറെ പമ്പുണ്ട്, അവിടെ നിന്നാണ് എണ്ണ അടിച്ചത്. എണ്ണ അടിച്ചിട്ടാണെങ്കിലും നിർത്തിയത് ഇവിടെയാണ്, കാരണം ഇവിടെയാണ് നല്ല വൃത്തി. കണ്ടോ, അടിപൊളി പമ്പ് കേട്ടോ. ഓ ഇനിയിപ്പം കുറച്ച് റെസ്റ്റ് എടുക്കണം. സർവീസ് ഇങ്ങനെ നല്ല അതെ. എയർ അടിക്കാനൊക്കെ പ്രശ്നം വന്നപ്പം അവർ വന്ന് എയറൊക്കെ അടിച്ചെന്ന് അത് നമ്മുടെ ഫോളോവേഴ്സ് കേട്ടോ. ഇവിടെ പോകുന്ന ടാക്സിക്കാരൊക്കെ കൈ കാണിക്കുന്നുണ്ട്, സന്തോഷം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ടാക്സിക്കാരെ പറ്റി ഒരു വിഷമം പറഞ്ഞിരുന്നു. അവർക്ക് റൂമില്ല, ഫുഡില്ല, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിരുന്നു, ശരിയാണെന്ന് പറഞ്ഞിരുന്നു. അന്ന് 4-5 ഡ്രൈവർമാർ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. ഈ കയറ്റുണ്ടോ, ഇതിനാരോ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിനെടുത്ത് ചാടിയിട്ട് പോകാം കേട്ടോ. എന്ത് ചെയ്യാൻ, എത്ര മാസം പ്രായം അവിടെ? എന്നാലും ഇത്രയും നല്ല ഒരുത്തരം എങ്ങനെ ഇവർക്ക് ചാടാൻ മനസ്സ് വന്ന്. അപ്പൊ അത് ഗ്രൂമിങ്ങിന് ഞാൻ ഇവിടെ ഇറങ്ങിയതാണ്. എന്റെ പേരെന്താ? മഹേഷ്. മഹേഷിന്റെ പ്രതികാരാ? നീ ഹെൽമെറ്റ് ചെയ്യാ? സ്ട്രെല്ല ഇല്ലാത്തോണ്ടല്ലോ. അല്ല, മോൻ കണ്ടെങ്കിൽ തിരിച്ചറിയും. അപ്പൊ നിങ്ങളെന്താ പരിപാടി, ഇതിനെ കൊണ്ടുവന്ന പരിപാടി എന്നിട്ട്? നമ്മളിതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ആണോ, കുറെ കാലം മുന്നേ? അല്ല, ഒരു 2-3 മാസമായി. ആണോ? സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പൊ ഇതിനെന്താ നിങ്ങൾ ചെയ്യാൻ പോണെന്നിട്ട്? നേരെ കൊണ്ടുപോകണോ, ഗ്രൂം ചെയ്യണോ, പിന്നെ ബാത്ത് ചെയ്യണം, എന്നിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോകാൻ. ആരെ വീട്ടിലാണ് പോണേ? വീണിട്ട് പൂച്ചക്ക് നമുക്ക് 2000 രൂപ വാങ്ങിയാലോ? ഏതായാലും ചാടിയോണ്ടാണ്, താങ്ക് യു സോ മച്ച്. കാരണം വെച്ചാൽ എനിക്ക് വേണ്ടാത്തോണ്ട് ചാടി, ആവശ്യക്കാർക്ക് അത് കിട്ടി, അവനത് പൊന്നുപോലെ. എന്താണ് പേരിടാൻ പോണത്? പേരങ്ങനൊന്നുമില്ല, വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടുകാരും കൂടെ പറയണ നോക്കിട്ട്. പക്ഷേ വീട്ടുകാർ ഒച്ചപ്പാടാക്കോ? എന്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട്ടുകാർ ഭയങ്കര പ്രശ്നമാക്കലാണ്. അടിപൊളി തമാശയാണ് പറയുന്നതെങ്കിലോ ഇതിനൊക്കെ ചാടാൻ കാണിച്ച മനസ്സ് എൻ്റെ മോനെ ആർക്കും കൊടുത്താൽ പോരെ. ഹായ്, ഇതിൻ്റെ വണ്ടിയല്ലേ? എൻ്റെ വണ്ടി. ലൊക്കേഷൻ എവിടെയാണ് ഇത്? ആ മനസ്സിലായടാ, തിരിച്ചു വരുമ്പോൾ നമ്മൾ നിർത്തിയത്. ആ ഓക്കെ, മനസ്സിലായി. വേറെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ നീ ഇപ്പൊ എന്റെ ഫോർച്യൂണർ ഒക്കെ കണ്ട്, ഗോൾഡ് വിങ് കണ്ട്. ഇവനെ എന്നെ പോലും കേട്ടോ, ഫോളോവറാണ്. നിജമല്ല, ഞാൻ വെച്ച് എന്റെ ഫാനാണ്. ആ അതെ, എന്നാ ക്യാമറ പിടിച്ചോടാ. പിന്നെ ലീവ് എടുക്കാതെ ഇത് കറക്റ്റ് ബോസിനെ കാണിക്കാൻ കേട്ടാ. ഡ്യൂട്ടി ടൈമിൽ ഒരു പൂച്ചിനെ കൊണ്ട് ഇറങ്ങിയത്. നമ്മൾക്കാണെങ്കിൽ പോക്കർ അല്ലെങ്കിൽ മറ്റേ ഔക്കറിനൊക്കെ പേരിട്ടാണ്. വീട്ടിൽ പറഞ്ഞില്ലേ പോക്കർ? അത് പോയി. എല്ലാവരും ഇങ്ങനെ അപ്പൊ അങ്ങനെ കാറ്റ് പോയത് കൊണ്ട് ഒരു പറ്റ ആൾക്കാരെ കാണാൻ പറ്റി, ഒരു പറ്റ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. സോ നമ്മളങ്ങനെ ബാക്ക് ടു നമ്മുടെ റൂട്ടിലേക്ക് തന്നെ കേട്ടോ. നല്ല പമ്പ്, ഇഷ്ടപ്പെട്ട്, നല്ല സ്വഭാവം, നല്ല സർവീസ്. ഞാൻ ഈ പമ്പിന് 10-9 മാർക്ക് നൽകുന്നു.
ലെറ്റ്സ് ഗോ. അതിനിടയിൽ വേറെ പണിയും വന്നു, വണ്ടീൻ്റെ ബാറ്ററി തീർന്നു. കാരണം നമ്മളത് ചെയ്യുന്ന സമയം നമ്മൾ ചാവി ഓണായിരുന്നു. പിന്നെ ഞാൻ ഈ ക്യാബിൾ എൻ്റെ ഗോപ്രോ ചാർജ് ചെയ്യാൻ വേണ്ടി എടുത്തു. ഗോപ്രോ ചാർജ് തീർന്നിട്ടേ മൊത്തത്തിൽ ഇപ്പം വണ്ടി ഫ്രീ ആയി. എന്നാലും വണ്ടി തീരെ കാറ്റിലാണ്. 6 PS വണ്ടി ഇത്ര ഓടിയില്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ ബെൻഡാവാണ്ട് ഇത്ര ഓടി എൻ്റെ ഭാഗ്യം. ഇത്ര വെയിറ്റുള്ള സാധനം ഉണ്ടോ കേട്ടോ അറിയാണ്ടെന്ന്. ഇപ്പം നമ്മൾ അടിമാലി ടൗണിലെത്തി കേട്ടോ. നമ്മൾ അടിമാലി ടൗണിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് ദേവികുളം വഴിയാണ് പോണത്. നെജ്മൽ പറഞ്ഞ പ്രകാരമാണെങ്കിൽ തമിഴ്നാട് വഴിയാണ് നമ്മൾ മൂന്നാറിലേക്ക് കിടക്കുന്നത്. നല്ല റോഡാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ റൂട്ടിൽ വന്നില്ല. എങ്ങനെ നല്ല ഏതെങ്കിലും ചെറിയ കടയില്ല, ചെറിയ കടയുണ്ടാകുമ്പോൾ നിർത്തിക്കാം, നമുക്ക് കഴിക്കാം. ഓക്കെ 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 അപ്പം അതുവഴിയാണ് നമ്മൾ പോണത്. പിന്നെ നമ്മളിവിടെ വരുന്ന പോലെ അവനിക്ക് റൂട്ട് കുറച്ച് എക്സ്ട്രാ അറിയുന്നത് എന്നെ നമ്മളെക്കാളും. അപ്പോൾ നമ്മൾ അവനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. ഫൈനലി നമ്മളങ്ങനെ രാജാക്കാട് എത്തിയിട്ടുള്ളൂ. ഞാൻ മൂന്നാർ എത്തിയെന്നൊക്കെ പറയാൻ വേണ്ടി വന്നായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് രാജാക്കാടാണ്. അത് സൈഡേക്കോ ബേക്കിൽ വണ്ടി. എങ്ങനെ അവിടെ നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടോ? എങ്ങനെ നമുക്ക് അവിടെ നിൽക്കല്ലേ? ഇവിടത്തേക്കാ മുത്തേ അടിപൊളിയാ. ഇവിടത്തേക്കാ വീട് വിടുക. ഞങ്ങൾ മൂന്നാർ പോകുമ്പോൾ എങ്ങനെ അടിപൊളി പെയിന്റ് മാറ്റിയിരുന്നു. ഹായ് പറഞ്ഞ ക്യാമറയിൽ. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് മൂന്നാർ പോകണം. രാജാക്കാട് ടൗണിലേക്ക് കൂടെയാണ് പോണത്. നല്ല അടിപൊളി ചോറും നല്ല ബീഫ് കറിയും കിട്ടി. നമ്മുടെ നെജ്മലാണ് ഹോട്ടലിൽ റെക്കമെൻഡ് ചെയ്തത്. ഇറ്റ്സ് ഗുഡ്. ഞാൻ രാജാക്കാടൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് എൻ്റെ ഓർമ്മയിൽ. പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടിയെടുത്ത് വന്നിട്ട് നല്ല ഗോൾഡ് വിങ് ആദ്യമായിട്ട് കേട്ടോ. കുന്നാണ് ഇതിങ്ങനെ കുന്ന് കയറിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ഫ്രെയിമിൽ നമുക്കിത് തേയിലത്തോട്ടം കിട്ടിയിരിക്കുകയാണ്. മീൻസ് ഗോൾഡ് വിങ്ങിലാണ്. ഐ തിങ്ക് ദിസ് ഫസ്റ്റ് ടൈം കേട്ടോ. ഞാനിപ്പം മുന്നേ എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അടിപൊളി പൂപ്പാറയാട്ടോ ഇത്. പൂപ്പാറത്താറായെന്ന് എനിക്ക് തോന്നുന്നത്. തമിഴ്നാടാണ്. തമിഴ്നാടിൻ്റെ ബസ്സൊക്കെ കാണുന്നുണ്ട്. അടിപൊളി. അവൻ എന്നോട് പറഞ്ഞിരുന്നു വരുമ്പോൾ ഒരു സ്ഥലത്തുമ്പോൾ നിങ്ങൾ വാവൂ എന്ന് പറയുന്നു. എനിക്ക് വന്ന് മിക്കവാറും അതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇടുക്കി നെടുങ്കണ്ടം വഴിയാണ് പോണത്. അപ്പം ആ റൂട്ട് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചില്ല കേട്ടോ. മൂന്നാർ ഇവിടുന്ന് പിന്നെയും 32 കിലോമീറ്ററാ എൻ്റെ മോനെ. ഇനിയും 32 കിലോമീറ്റർ. പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ആശ്വസിക്കാൻ പറ്റുമോ എന്താ. എന്താണ് ഇത്? ഒരു രക്ഷയില്ലാത്ത റോഡല്ലോ. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഈ തന്നെ ഫുള്ള് റോഡും. മൂന്നാർ വരെ ഇതന്നെ റോഡ്. സൂപ്പർ. മൂന്നാർ വരെ ഇതാവല്ലോ കേട്ടോ റോഡ്. പറഞ്ഞ നമുക്ക് റൈഡ് എൻജോയ് ചെയ്യാം. വേറെ നോക്കണ്ടോ. ശരിക്കും ഞാൻ ഈ റോഡ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അമേസിങ് ആണ്. നമ്മൾ അറിയാം, നമ്മൾ വേൾഡ് ട്രിപ്പ് പോകാൻ പോവുകയാണ്. ഇതേപോലുള്ള ഒരുപാട് റോഡുകൾ നമ്മളിനി കാണും. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മൂന്നാറിൽ എങ്ങനെ അങ്ങനെ UK-നും യൂറോപ്പിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇംഗ്ലീഷുകാരൊക്കെ വരുന്ന മൂന്നാറിലെ തേയിലങ്ങളും എന്താ പറയുക ഏലവും അതിൻ്റെയൊക്കെ ഇടയിലേക്കൂടി
അല്ലേ? അതൊരു ഫീൽ വേറെ തന്നെ അല്ലേ? അല്ല നിങ്ങൾ പോരാ അല്ലേ? നിങ്ങൾ പോട്ടോ വണ്ടി എടുത്തിട്ട് അതിരക്കിടന്നും കളിക്കാണ്ട് ഒരു മീഡിയം സ്പീഡിൽ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകും. താഴെ നോക്കിയാ എന്താ രസം തരാം അവിടെ. ഇവിടെയൊക്കെ മീൻ പിടിക്കാൻ പോകണമായിരുന്നു. ഇത് രസമല്ലേ? നമ്മുടെ നാടൊക്കെ അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ ഒരു പൊളിയാണ് നമ്മുടെ നാട്. പക്ഷെ നമ്മുടെ നാടിനെ എല്ലാവരും കൂടി കുട്ടിച്ചോറാക്കുന്നതാണ്. എന്താ അടിപൊളി നോക്കിയല്ലേ? താഴെ ഡാം, ഇവിടെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ ഫോഗാണ്. അത് മറ്റേ ഇതല്ല, ഡൽഹിയിലെല്ലാം കാണുന്നതല്ലേ മലിനീകരണ പുകയല്ല, ഫോഗാണ് അടിക്കുന്നത്. മനോഹരമായിട്ടില്ലേ? ഓ എന്ത് രസമല്ല. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളിത് കണ്ടിട്ടില്ലടാ. ഞാൻ എൻ്റെ ഓളിയും മക്കളെയും കൂടി വന്നപ്പം ഇതൊന്നും ഞാൻ കണ്ടില്ലടൂ. പക്ഷെ ഒന്നാമത് മൂന്നാർ എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്, അതാണ് അതുകൊണ്ടാണ്. ഫോർ സെയിൽ അവിടെ 2 ഏക്കർ അവിടെ വിൽക്കാൻ വെച്ചിട്ട് കേട്ടോ. ഈ അറിയുന്ന ആളെ കൂട്ടി വന്നാലേ മൂന്നാർ വന്നൊരു കാര്യമുള്ളൂ. അറിയാണ്ട് വന്നു കഴിഞ്ഞാലേ പണിയാണ്. അതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇടാം. ഇപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പം വണ്ടിയുടെ ക്ലച്ച് ചെറിയ പ്രശ്നമുണ്ട്. ക്ലച്ച് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം എനിക്കൊന്ന് ക്ലച്ച് ഓയിലൊക്കെ തീർന്നു തോന്നുന്നത്. ഡോട്ട് ഓയിൽ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ തണുപ്പിക്കാൻ നിർത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് ഫാമിലി ഉണ്ട്. പേര് പറഞ്ഞ ബ്രോ? റിയാസിൻ്റെ വൈഫിൻ്റെ പേര് പറഞ്ഞു. വൈഫിൻ്റെ ഉപ്പാൻ്റെ പേര് പറഞ്ഞു അമീർ. ഉമ്മാൻ്റെ പേര് പറഞ്ഞു ഹാപ്പി. ഞങ്ങൾ ആക്ച്വലി കുറച്ച് സംസാരിച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. പോകാൻ നേരത്താണ് ഞാൻ ചോദിച്ചത് നമുക്കിന്ന് വ്ളോഗിൽ ആഡ് ചെയ്താലെന്നുള്ളത് അല്ലേ. അപ്പം കിടക്കട്ടെ, എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് ഫാമിലി എല്ലാവരും വ്ളോഗിലേക്ക് ഹാപ്പി. അങ്ങനെ ഫൈനലി നമ്മൾ മൂന്നാർ എത്തിയിരിക്കുകയാണ്. ക്ലച്ചിൻ്റെ ഓയിൽ തീർന്നു, ക്ലച്ചില്ല, ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ന്യൂട്രൽ പോകുന്നില്ല, കഷ്ടപ്പാടാണ്. അപ്പോഴത്തെ ഇവിടെ വർക്ക്ഷോപ്പിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട്. അണ്ണൻ അവിടെ .4 ഓയിലും എടുക്കുന്നുണ്ട്, ടൂൾസൊക്കെ എടുത്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ. എന്താ പറയുക, മൂന്നാറിൽ നമ്മൾ വന്നിട്ട് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. തണുപ്പായതുകൊണ്ട് കുഴപ്പമില്ലല്ലേ എടാ. കാറ്റെടുക്കുന്ന സമയത്ത് ഫുള്ള് ചൂടായിരുന്നില്ല, നമ്മൾ വേറെ കൊലിച്ചിട്ടില്ലേ. ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പായി. എല്ലായിടത്തും കാറ്റാണ്. ഓ അടിപൊളി. ഇത് കറക്റ്റ് പെരുമാറിൻ്റെ അടുത്തായിട്ട് വർക്ക്ഷോപ്പ് കിട്ടി നമുക്ക്. നല്ല ബർക്കത്തില്ല വർക്ക്ഷോപ്പ്, തണുത്ത കാറ്റാണ്. യെസ്. നിങ്ങൾ വെതറുണ്ട്, നിങ്ങൾ ഇവിടെയൊക്കെ വെയിലുണ്ട്, പക്ഷേ നല്ല തണുത്ത കാറ്റാട്ടോ. ഇത് ഹോണ്ട. നമ്മുടെ വെരി റെയർ ബൈക്കാണ്, ആരും കൊണ്ട് തൊടിയിപ്പിക്കലില്ല. പക്ഷെ ഇവിടെ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. അണ്ണൻ്റെ ഷോപ്പ് ഭയങ്കര സംഭവം എല്ലാവരും പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ടെന്ന്. .4 കേട്ടോ, ഫുൾ എംറ്റിയാ. ഞാൻ ഇല്ല് കയറി ഒന്നല്ലേ, നല്ലോണം ഡ്രൈവ് ചെയ്യുന്നിപ്പോൾ. ലാസ്റ്റ് ഫില്ല് ചെയ്തിട്ട് എന്തോ ഭാഗ്യത്തിന് ഇവിടെ വരെ അതിലും കൊടുത്തു വെച്ചോ, കിടക്കട്ടെ. അത് നിങ്ങൾ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. വേനൽക്കാലത്ത് കിണർ ടൂറിസ്റ്റിലൊന്നും ഇല്ലല്ലേ, വളരെ കുറവാണല്ലോ. ആ പറ, എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ഞങ്ങളുടെ നാട്ടിൽ വന്നു. ഞങ്ങളെ പടം എടുക്കുന്നതിനായിട്ട് സങ്കടമല്ലേ? ഞങ്ങളുടെ നാടെങ്ങനെയുണ്ട്? അവിടെ അടിപൊളിയല്ലേ? പേരെന്താ പേര് പറഞ്ഞോ? എവിടത്തേക്കാ പോണത്? ഞാനിപ്പോ ഇവിടെ വേറൊരു പർപ്പസായിട്ട് വന്നതാണ്. അന്നേരം നിങ്ങളെ കണ്ടപ്പോ ഒന്ന് നിർത്തി. അത്ര ഹാപ്പിയാണ്. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെ ഉണ്ടായിരുന്നു? ന്യൂ ഇയർ ഒക്കെ അടിച്ചു കൊടുത്തല്ലേ? ഈ വണ്ടിയുടെ ഇതെന്താ, എന്താ മോഡലൊക്കെ ഇങ്ങനത്തെ? ബ്ലോക്ക് ഓക്കെ. നിങ്ങളുടെ നാടാണല്ലോ അല്ലേ? ഫൈനലി നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇത് ആക്ച്വലി അബാദിൻ്റെ കൂപ്പർ കാസ്റ്റ് എന്ന പ്രോപ്പർട്ടിയാണ്. ജിബ്രാനെ റെക്കമെൻഡ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഇവിടെ താമസിക്കുകയാണ്. നമ്മൾ ഫാമിലിയായിട്ട് വന്നപ്പോൾ നമുക്കിവിടെ താമസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്.
ഇതാണ് കേട്ടോ കൂപ്പർ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്ക് വണ്ടി എൻട്രൻസിന് ഇവിടുത്തെ നമുക്ക് വണ്ടി വെക്കാൻ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ റൂമിൽ പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അജ്മൽ എങ്ങനെ ഉണ്ടായിരുന്നു ടുഡേസ് റൈഡ്? നിന്റെ ഫേസ് ഇപ്പോഴാണ് കാണുന്ന ആൾക്കാർ, നിന്റെ ഫേസ് ഇപ്പോഴാണ് കാണുന്നത് ശരിക്കും. അല്ല ഈ വ്ളോഗ് തുടങ്ങിയ ശേഷം ഇവന്റെ ഫേസ് കണ്ടില്ല, ഫുൾ ടൈം ഹെൽമെറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റുന്നത്. ഇപ്പോഴാണ് ഇവന്റെ ഫേസ് കണ്ടത്. ഒരു തെറ്റ് ഏത് പോലീസുകാരനും പറ്റൂടാ, എനിക്ക് പറ്റിപ്പോയി, എനിക്ക് പറ്റിയ കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്നെ ചെയ്യാൻ പ്ലാൻ വെച്ച് നമ്മൾ ഉള്ളിൽ പോട്ടെ. ഓക്കെ, നമ്മളിപ്പോൾ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. റെസ്റ്റോറൻറ്റ് ടൈമിങ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്നിവിടെ ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക് ഉണ്ട്. ഗാർഡനിൽ 4th ഫ്ലോറിൽ 7:30 മണി ആകുമ്പോൾ ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ആയുർവേദ മസാജ്, ട്രാവൽ ഡെസ്ക്, ആയുർവേദ മസാജിന് പോകണം. പോത്തമ്മയുടെ വ്യൂ പോയിൻറ്റ് 250 മീറ്റർ ഫ്രം മെയിൻ ഗേറ്റ് ഇൻ അവർ ക്യാമ്പസ് വ്യൂ പോയിൻറ്റ്. ഇതെന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ പോകണം എന്താ പറയുക, പോയിട്ട് ഇരിക്കുക, എഡിറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് കിടന്നുറങ്ങുക. ആസ് യൂഷ്വൽ എല്ലാ ദിവസവും ചെയ്തായിരുന്നു തന്നെ. ഇതാണ് ഇവിടെ റിസപ്ഷൻ ഡെസ്ക് കേട്ടോ. ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഉണ്ട്. ആ കാണുന്ന വ്യൂ ഉണ്ടോ, അത് ഹൈവേ കേട്ടോ. അപ്പോൾ പോകുന്ന വണ്ടികളൊക്കെ നല്ല വ്യൂ ആണ്. ഒരു പേര് പോലെ തന്നെ ഉണ്ട്. ഇതൊരു കുന്നിറക്കാണ്. ആ കുന്നിറക്കത്തിൻ്റെ സൈഡിലാണ് റിസോർട്ട് പണിതിട്ടുള്ളത്. നിങ്ങൾ മൂന്നാറിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ റൈറ്റ് സൈഡ് കാണാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടി റൂംസും കാര്യങ്ങളും ഞാൻ കാണിച്ചതാണ്. റൂമിലെത്തി, അടിപൊളി റൂമാണ് കണ്ടോ. ഇതാണ് റൂം. ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വേറെ എന്താ പറയുക, നല്ല ഇതിൽ എൻജോയ് ചെയ്ത് കുറേ കാലത്തിന് ശേഷമാണ് ശരിക്കും ഒരു ഇങ്ങനെ റൈഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഇതിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞത് വേൾഡ് ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 100 കൺട്രീസാണ് എൻ്റെ ടാർഗറ്റ്. ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എൻ്റെ കൂടെ വേണം. ഒരു 1.5 വർഷം 2 വർഷം കാർനെറ്റ് റിന്യൂ ചെയ്യുകയാണ്, കിട്ടുവാണെങ്കിൽ 2 വർഷത്തോളം എടുത്തിട്ടാണെങ്കിലും ഇത്തവണ ഞാൻ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരും കേട്ടോ. മിഡിൽ ഈസ്റ്റ് പോയിട്ട് അവിടുന്ന് യൂറോപ്പും ആഫ്രിക്കയും എല്ലാ കോണ്ടിനെൻറ്റും മാക്സിമം ഞാൻ കവർ ചെയ്യാൻ വേണ്ടി നോക്കും. ഇതുവരെ നടത്തിയ എല്ലാ യാത്രകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ യാത്രയും പൂർത്തിയാക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. ഞാൻ സ്പോൺസേഴ്സിനൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പം സ്പോൺസർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടായാൽ മാത്രമേ നടക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അടിപൊളി വീഡിയോസ് വരാണ്ട്.